അങ്ങനെ ഞാനും പറവീസും തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ ഹോസ്റ്റലിലെത്തി ഞങ്ങൾ നോമ്പ് തുറക്കുള്ള പരിപാടികളൊക്കെ നോക്കി. ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ എണ്ണക്കടി ഉണ്ടായിരുന്നു. അസ്നി ഇന്ന് തന്നെ കേട്ടോ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ അവൾ കൊടുന്നതാണ് എണ്ണക്കടികളൊക്കെ. പിന്നെ ടാങ്കൊക്കെ കലക്കി അങ്ങനെ എല്ലാവരും ഞങ്ങൾ സെറ്റ് ചെയ്തു. എല്ലാം റെഡിയായി ഇരുന്നപ്പോഴാണ് ഓർത്തത് ഈത്തപ്പഴം എടുത്തിട്ടില്ലാന്ന്. അങ്ങനെ അതും എടുത്തൊക്കെ വെച്ചു. അപ്പോൾ ഇവിടെ രണ്ടാളും നിന്ന് ഇങ്ങനെ കൊണിയാണ് എഴുതുക എന്ന് പറഞ്ഞ് വ്യാജേന എന്തൊക്കെയാണ് അവിടെ കാട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്നപാടെ ഞാൻ ആപ്പിളും മുന്തിരിയൊക്കെ കേട്ടോ തിന്നത്. ഈ വലിയ മുന്തിരിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ തിന്നലേണ്ടി ഞാൻ പിന്നെ എണ്ണക്കടികൾക്ക് പോയി. എണ്ണക്കടികളൊക്കെ അടിപൊളി ആയിരുന്നു. അവളമ്മ ഉണ്ടാക്കിയ സ്പ്രിംഗ് റോളാട്ടോ ചിക്കൻ്റെ, നല്ല അടിപൊളി, നല്ല സൂപ്പറായിരുന്നു. പിന്നെ ബീഫ് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, അതും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കായബജി ഉണ്ടായിരുന്നു, അതിൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഉള്ളമ്മ സമൂസയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കടികളുള്ളമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ രസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ കരിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പത്തിരി തിന്നിട്ട്, പത്തിരി എല്ലാവരും പ്ലാൻ ഇട്ടിട്ട് കൊടുന്നതാണ്. പത്തിരി, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, അങ്ങനെ അതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ. ഞാനും അസ്നിയും പറവീസും പാടെ ചിക്കൻ കറി കൊടുക്കുന്നത് പറവീസാട്ടോ. പറവീസും ചിക്കൻ കറി നല്ല അടിപൊളിയായിരുന്നു. ഓളമ്മാൻ്റെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ 2 തരം ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. അങ്ങനെ എല്ലാവർക്കും നല്ല സന്തോഷമായ ഒരു നോമ്പ് തുറയാണ് കേട്ടോ ഇന്നത്തെ. ഒരുപാട് ഫുഡൊക്കെ ഉള്ളതുകൊണ്ട്. എന്നിട്ട് അസ്നാൻ്റെ കൈ നീറുകയാണ് പറഞ്ഞിട്ട് ഗായത്രി വാരിക്കൊടുക്കണമൊക്കെ ഉണ്ട്. എന്നിട്ട് ഗായത്രി വാരിക്കൊടുക്കലുണ്ട്. ഗായത്രിയുടെ ഒരു തീറ്റ ഉണ്ടായില്ല അതും. അങ്ങനെ എല്ലാവരും അടിപൊളിയായി നോമ്പ് തുറന്നു.